ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കോളർ കുർത്തിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കട്ടിങ്ങിലേക്ക് കടക്കാം. 4 മടക്കി ആദ്യം നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ നമ്മുടെ ഷോൾഡർ ആദ്യം മാർക്ക് ചെയ്യുന്നു. നമുക്കിപ്പോൾ നമ്മുടെ ഷോൾഡർ 6.5 എങ്കിൽ ഒരു 1/2 ഇഞ്ച് കൂട്ടി 7 ഇഞ്ച് എടുക്കുക. ഇപ്പോൾ 7 ഇഞ്ചാണ് ഷോൾഡറിൻ്റെ അളവ് വരുന്നതെങ്കിൽ 7.5 ഇഞ്ച് എടുക്കുക. മനസ്സിലായോ? നമ്മൾ എത്രയാണോ നമ്മുടെ ഷോൾഡർ എപ്പോഴും എടുക്കുക അതിൽ നിന്നും 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുക. എന്നിട്ട് നമ്മുടെ താഴേക്ക് നമ്മുടെ ആം റൗണ്ടൊക്കെ മാർക്ക് ചെയ്യുന്നു, ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നു. ഇതിപ്പം 32 സൈസിലാണ് ചെയ്യുന്നത്. അപ്പോൾ 32ൻ്റെ 4/1 നമ്മൾ മാർക്ക് ചെയ്യുന്നു, 8 മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 13.5 ഇഞ്ചിൽ നമ്മുടെ ഷേപ്പ് മാർക്ക് ചെയ്യുന്നു. ഇതൊരു സ്ലിറ്റഡ് ആയിട്ടുള്ളൊരു കുർത്തിയാണ് തയ്ക്കുന്നത്. നമ്മുടെ 18 ഇഞ്ചിലാണ് സ്ലിറ്റിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ വണ്ണം ഓരോന്നും മാർക്ക് ചെയ്യുന്നു. സ്ലിറ്റിൻ്റെ വണ്ണം 11 ഇഞ്ചിലും മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗങ്ങളൊക്കെ തന്നെ നമുക്ക് താഴേക്ക് വരച്ച് യോജിപ്പിക്കാം. ഇതെല്ലാം നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നത് കൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. എന്നാലും ഡൗട്ട് ഉള്ളവർക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഈസി ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ കോളർ കുർത്തി ആയതുകൊണ്ട് തന്നെ ഷോൾഡറിൻ്റെ ഒരു സ്ലോപ്പ് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. 1/2 ഇഞ്ചിൽ ഷോൾഡറിൻ്റെ സ്ലോപ്പ് മാർക്ക് ചെയ്ത് അതും കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതേ മൊത്തത്തിൽ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. 3 ഇഞ്ചിൽ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്നുകൂടി നമുക്കത് ഷോൾഡറിൻ്റെ ആ മാർക്ക് കാണിക്കുവാണേ. ഇങ്ങനെയാണ് നമ്മൾ ആ ഷോൾഡറിൻ്റെ ആ ഒരു സ്ലോപ്പ് മാർക്ക് ചെയ്യുന്നത്. 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ തന്നെ ഫ്രണ്ട് കൈക്കുഴി ഭാഗവും നമ്മളൊന്ന് 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പിന്നീട് കട്ട് ചെയ്ത് മാറ്റും. നമ്മളിത് അങ്ങനെ ആ ഒരു ഫ്രണ്ട് ഭാഗത്തെ കൈക്കുഴി സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കട്ട് ചെയ്ത് മാറ്റുവാണേ. ഇതിപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് തന്നെയാണ് എടുത്തിട്ടിരിക്കുന്നത്. ഇവിടെ നമുക്കിനി ഓരോന്നും കോളറിന് വേണ്ടിയുള്ള ഓരോ മാർക്കിങ് ചെയ്യാം. 3 ഇഞ്ചിൽ നമ്മുടെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു 2 ഇഞ്ചിൽ അതിൻ്റെ ഒരു ലെങ്ത് മാർക്ക് ചെയ്തിട്ട് 2 ഇഞ്ചാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് 2.5-3 ഇഞ്ച് വരെ നമുക്ക് കൊടുക്കാം. ഞാനിവിടെ 2 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് അതൊരു റൗണ്ട് ഷേപ്പിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് വേറൊരു സ്ക്വയറിലൊരു വലിയ പീസ് എടുത്തിട്ട് അതിൽ ക്യാൻവാസ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു വലിയ ഷീറ്റ് എടുക്കുക. അതിൽ ഒരു വലിയ ഷീറ്റ് സ്ക്വയറിലുള്ള ഒരു പീസ് തുണി എടുത്തിട്ട് അതിൽ ക്യാൻവാസ് ഒട്ടിച്ചെടുക്കുന്നു. എന്നിട്ട് നമ്മൾ ആ ക്യാൻവാസിൽ ഒട്ടിച്ച ആ ഒരു ക്ലോത്തിനെ പകുതിയാക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഒരു ഫ്രണ്ട് പാർട്ട് അതിൻ്റെ പുറത്തേക്ക് എടുത്തിടുക. ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ വീഡിയോയും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇങ്ങനെ ഇട്ടതിന് ശേഷം ആ ഒരു നെക്ക് നമ്മൾ അഡീഷണൽ എടുത്തിരിക്കുന്ന ആ ഒരു ക്ലോത്തിലേക്കും കൂടെ മാർക്ക് ചെയ്യുവാണ്. അതായത് ക്യാൻവാസ് ഒട്ടിച്ച ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്യുന്നു. ആ ഷോൾഡറിൻ്റെ സ്ലോപ്പും നെക്കും എല്ലാം അതുപോലെ തന്നെ അതിലേക്ക് ട്രേസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ കഴുത്ത് 2 ഇഞ്ചിൽ എന്തായാലും കയറില്ലല്ലോ. അപ്പോൾ നമുക്കൊരു ഫുള്ളായിട്ട് നോക്കുമ്പോൾ ഒരു 8.5 ഇഞ്ചിലായിട്ട് ഒരു ഓപ്പൺ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ 7 ഇഞ്ച് മതിയായിരിക്കാം, ചിലർക്ക് 9 ഇഞ്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു കഴുത്ത് കയറുന്ന ആ ഒരു അളവിൽ വേണം എടുക്കേണ്ടത്. എന്നിട്ട് ഒരു രണ്ട് ഒരു നമ്മുടെ ടേപ്പിൽ 2 പോയിന്റ് മാർക്ക് ചെയ്യുമല്ലോ, ആ മാർക്ക് ചെയ്യുന്നിടത്തിട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ 9 ഇഞ്ചോ 8 ഇഞ്ചോ എത്രയാണോ നിങ്ങൾ ആ ഓപ്പൺ കൊടുത്ത അതിലേക്ക് വരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണമേ.
ആ ഒരു നെക്ക് ഭാഗമൊക്കെ നമ്മൾ ട്രേസ് ചെയ്തെടുത്തതെല്ലാം കട്ട് ചെയ്ത് മാറ്റുവാണ്. എന്നിട്ട് ഇതൊരു ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണമേ. നമ്മൾ ആ ക്യാൻവാസ് ഒട്ടിച്ച പേപ്പർ ഉണ്ടല്ലോ, അതിനൊരു ഷേപ്പിലൊന്ന് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് ഈ നമുക്ക് ലോക്ക് മെഷീനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് ലോക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒന്ന് സാധാരണ പോലെ ഒന്ന് മടക്കി അടിച്ച് അവിടെ എടുക്കണമേ. ഇപ്പം നമുക്കത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു മാർക്ക് ചെയ്തത് നമുക്ക് ഒന്നുകൂടി ഒന്ന് മറ്റേ വശത്തേക്കും കൂടെ ചെയ്തെടുക്കണമേ. 2 ഇഞ്ചിലാണ്, 2 ഇഞ്ചല്ലല്ലോ, 2 പോയിന്റിലാണ് നമ്മൾ ആ മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് ഇപ്പുറത്തെ വശത്തേക്ക് നമ്മൾ ഒന്നുകൂടെ ഒന്ന് വരച്ച് നോക്കുവാണേ. നമ്മൾ ആദ്യം കാണിച്ചത് ഡൗട്ട് ഉള്ളവർക്ക് ഇത് നോക്കുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. രണ്ട് വശത്തു നിന്നും ആ ഒരു 8 ഇഞ്ച് തന്നെയാണോ എന്ന് നോക്കുക. അതങ്ങനെ നമ്മൾ നോക്കിയെടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് 2 പോയിൻ്റ് വീതം മാർക്ക് ചെയ്തിട്ട് ആ ഒരു 8 ഇഞ്ച് കണ്ട ആ പോയിന്റിലേക്ക് 2 വശത്തു നിന്നും സ്ട്രെയിറ്റ് ലൈനായിട്ട് കൊടുക്കുക. ഒരു കുഞ്ഞു വി പോലെ നമുക്ക് കിട്ടും. അതിന് നമ്മളൊന്ന് പോയിൻ്റ് ചെയ്ത് ഇങ്ങനെ വരച്ചെടുക്കണം. കണ്ടോ, ഒരു കുഞ്ഞു വി. ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ആ വീഡിയോയും ഒന്ന് കണ്ട് തന്നെ പോകണമേ. എന്നാൽ മാത്രമേ നമുക്കിത് ഡൗട്ടില്ലാണ്ട് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഫ്രണ്ട് പാർട്ടിലെ ക്ലോത്തിൻ്റെ നല്ല വശത്തിലേക്ക് ആ ക്യാൻവാസ് ഒട്ടിച്ച ക്ലോത്ത് എടുത്തിടുക. അതിൻ്റെ നല്ല വശവുമാണ്. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തു കൂടെ ആ ഒരു കുഞ്ഞു വിയൊക്കെ നമ്മൾ വരച്ചെടുത്തല്ലോ, ആ ഭാഗത്തു കൂടെ കുത്തി നിർത്തി നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് വേറെ പുറത്തോട്ടൊന്നും സ്റ്റിച്ച് പോകാണ്ട് കറക്റ്റായിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗത്തുകൂടെ തന്നെ നമുക്ക് പോകണമേ. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും വൈഡായിട്ടായിരിക്കും ആ ഒരു ഓപ്പണിംഗ് ഉണ്ടാകുക. ഇതിപ്പോൾ നമ്മൾ ഷർട്ട് കോളറായിട്ടാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ വി നെക്ക് കോളറൊക്കെയാണ്. ഇതിപ്പോൾ നമ്മൾ ഷർട്ട് കോളറാണ് ചെയ്യുന്നത്. അത് ഞാൻ തുടക്കത്തിൽ പറയാനും വിട്ടുപോയി, ക്ഷമിക്കണം. നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് കട്ട് ചെയ്ത ഭാഗം കഴിയുമ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും നെക്കൊക്കെ തിരിച്ചിടത്തില്ലേ, അതുപോലെ തിരിച്ചിട്ടിട്ട് ആ തിരിച്ചിട്ട ഭാഗം ഒന്ന് നമുക്ക് പതിച്ചടിച്ചെടുക്കാം. ഇത്ര ഓപ്പൺ മതി. ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പോയിൻ്റ് കൂടെ എടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ നമുക്കതൊരു വൃത്തികേടായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മുടെ ബാക്ക് പാർട്ടിൽ നമ്മൾ ഒരു 1/2 ഇഞ്ചിൽ എടുത്തിട്ടാണ് നെക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു 1/2 ഇഞ്ചിൽ ആ 3 ഇഞ്ച് തന്നെയാണ് നമ്മൾ വിട്ടെടുത്തിരിക്കുന്നത്. എന്നിട്ട് 1/2 ഇഞ്ചിൽ നെക്കിൻ്റെ നീളം മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുവാണ്. ഇവിടെ നമ്മൾ ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്യുകയാണ്, ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും തമ്മിൽ. അങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ട് നമുക്കിതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ കോളറിൻ്റെ പണിയിലേക്ക് കടക്കാൻ പോകുന്നത്. വളരെ കൃത്യമായിട്ട് ആ ഒരു നമ്മൾ നെക്ക് ഭാഗം എല്ലാം പിടിച്ച് വെക്കുക. അതാ കണ്ടോ, നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ കറക്റ്റായിട്ട് ഇത് ഒപ്പം വെക്കുക. എന്നിട്ട് അത് തന്നെ പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു പിൻ കൊണ്ട് സെക്യൂർ ചെയ്യുന്നുണ്ട്. അത് നന്നായിട്ടിട്ടതിന് ശേഷം നമുക്ക് ആ ഒരു നെക്കിൻ്റെ അളവ് അളന്നെടുക്കാം. എനിക്കിപ്പോൾ ഒരു 8.5 ഇഞ്ചിലാണ് കിട്ടിയിരിക്കുന്നത്. എന്നാൽ പോലും നമ്മൾ ഒന്നുകൂടി അളന്നെടുക്കണം.
കഴിവതും ഒരു 2-3 വട്ടം നമുക്കൊന്ന് അളന്ന് നോക്കണം കേട്ടോ. കാര്യം ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകാം. അപ്പോൾ നമുക്കൊന്ന് ഉറപ്പ് വരുത്താൻ 2-3 തവണ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ 8.5 തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 8.5 എടുത്തിരിക്കുന്നത് നോക്കുമ്പോൾ അതിൻ്റെ ഡബിളാണേ, അത് നിങ്ങൾ മറക്കരുത്. 17 നമ്മുടെ ഫുള്ളായിട്ടുള്ള ആ ഒരളവ്. അപ്പോൾ ആ 17ൻ്റെ കൂടെ, അതായത് 8.5യും 17, എന്നിട്ട് ആ 17ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി നമ്മൾ 18 ഇഞ്ചിലായിരിക്കണം ആ ക്യാൻവാസിൻ്റെ ഷീറ്റ് നെക്കിന് വേണ്ടി, കോളറിന് വേണ്ടി എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ 18 ഇഞ്ചിലെടുത്തിട്ട് 3 ഇഞ്ച് വീതിയിലുമാണ് ഞാനൊരു ക്യാൻവാസ് പേപ്പർ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ ക്യാൻവാസ് പേപ്പറിൽ നമ്മുടെ യഥാർത്ഥത്തിലുള്ള, ഇതിപ്പോൾ നമ്മൾ എക്സ്ട്രാ ആണല്ലോ എടുത്തിരിക്കുന്നത്, എന്നിട്ട് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആ ഒരു 8.5 ഇഞ്ച് രണ്ടായിട്ട് മടക്കി ഇട്ടതിന് ശേഷമുള്ള കാര്യമാണ് ആ 8.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എക്സ്ട്രാ എടുത്ത ഒരു ഇഞ്ചുണ്ടല്ലോ, ആ ഇഞ്ചിലേക്ക് 8.5 ഇഞ്ചിൽ നിന്നും ഒരു സ്ലോപ്പ് പോലെ വരച്ചു കൊടുക്കുക. യഥാർത്ഥത്തിൽ നമ്മുടെ കോളറിൻ്റെ ആ ഒരു സിമ്പിളായിട്ടുള്ളൊരു കോളറാണേ. ഇത്രയും പണിയേ ഉള്ളൂ. ഇനി അതൊന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കോളറിൻ്റെ ആ ഒരു പണി കഴിഞ്ഞിട്ടുണ്ടേ, അതായത് ഷേപ്പ് കട്ടിങ്. ഇനി നമ്മുടെ ആ ഒരു കോളറിന് വേണ്ടി ഒരു പീസ് തുണി എടുക്കുക. എന്നിട്ട് അതിൻ്റെ ചീത്ത വശം എടുക്കുക. അതിലേക്ക് ആ ഒരു മിനുസമുള്ള ഭാഗം വരുമല്ലോ, ആ ഭാഗം വെച്ചിട്ട് അയൺ ചെയ്തെടുക്കണമേ. അതിനുശേഷം അതുപോലെ തന്നെ വേറൊരു ക്ലോത്ത് കൂടെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ നല്ല വശത്തിലേക്ക് ഈ ക്യാൻവാസ് ഒട്ടിച്ച ക്ലോത്തിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് മതി എല്ലായിടവേ, അങ്ങനെ നിർത്തി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണമേ. അങ്ങനെ ഞാൻ ഇങ്ങനെ മടക്കിയിട്ട് നമ്മുടെ ആ ഒരു കോളറിൻ്റെ ടോപ്പ് ഭാഗമാണ്, ആ ഭാഗത്തിലേക്ക് ഒരു 1/2 ഇഞ്ച് മാത്രമാണ് വെച്ചിരിക്കുന്നത്. 1/4 ഇഞ്ചായാലും കുഴപ്പമില്ല, 1/2 ഇഞ്ചിൽ ഒരിക്കലും കുറയരുത്. അങ്ങനെ വെച്ചത് നമ്മളിത് അടിക്കുവാണേ. ആ ഒരു ടോപ്പ് ഭാഗം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എക്സ്ട്രാ എടുത്ത വേറെ തുണിയുണ്ടല്ലോ, ആ തുണി എടുക്കുക. ആ തുണിയുടെ നല്ല വശത്തിലേക്ക് ഈ ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന പോലെ ആ തുണി എടുത്തിടുക. എന്നിട്ട് എക്സ്ട്രാ നമ്മൾ ഇത്രയും തുണി അവിടെ ഇടുന്നുള്ളേ, അതിൽ കൂടുതലൊന്നും വേണ്ട. അത്ര ഇട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള 3 വശങ്ങൾ, താഴ്ഭാഗം ഒഴിച്ച് ബാക്കി 3 വശങ്ങളും ഒന്ന് അടിച്ചെടുക്കാം. ആ ഒരു പോയിൻ്റ് പോലെ വരുന്നതിന് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണേ. ക്യാൻവാസ് പേപ്പറിൽ ജസ്റ്റ് തട്ടുന്ന പോലെ മാത്രമേ നമ്മൾ തയ്ക്കാവുള്ളേ. ഇപ്പം നമ്മൾ ആ ടോപ്പിൽ തയ്ച്ച ഭാഗം അങ്ങനെ തന്നെ കിടക്കുവാണ്, അവിടേക്ക് നമ്മളിപ്പോൾ സ്റ്റിച്ച് കൊടുക്കുന്നില്ല. ബാക്കി 3 പാർട്ടുകൾ തമ്മിലാണ് ഇപ്പോൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ ആ മടക്കി സ്റ്റിച്ച് ചെയ്ത ഭാഗത്തിലേക്ക് ഇനി തയ്യൽ കൊടുക്കരുതേ. കറക്റ്റ് എല്ലാ പോയിന്റിലും കിട്ടുന്ന രീതിയിൽ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു ഇച്ചിരി തുണി വീതം ഇട്ടിട്ട് ബാക്കിയെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ആ ഒരു ബാക്ക് ആ ഒരു അറ്റ ഭാഗത്ത് മാത്രമാണ് തുണി ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് തിരിച്ചെടുക്കണമേ. ആ വീഡിയോ കാണുന്ന പോലെ തന്നെ തിരിച്ചെടുക്കുക. ഇനി അതൊന്ന് പോയിൻ്റ് ചെയ്തൊന്ന് ഒരിക്കലും കീറിപ്പോവാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കോളർ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ പോയിൻ്റ് ചെയ്ത ഭാഗങ്ങളൊക്കെ കൂടെയായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ആ അടിയിൽ നിന്നുള്ള തുണി ഒന്ന് കറക്റ്റായിട്ട് ഒരുപാട് വലിച്ചു പിടിക്കാതെ ആ ഒരു ഷേപ്പ് ഫോം ചെയ്യുന്ന രീതിയിലൊന്ന് വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ കിട്ടിയിട്ടുണ്ടേ. ഈ അറ്റത്ത് ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ അത്രയൊക്കെ മതി. ഇത്രയും തുണിയൊന്നും നമുക്ക് ആവശ്യമില്ല സത്യത്തിൽ. അപ്പോൾ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണമേ. സിമ്പിളായിട്ട് തയ്ക്കാവുന്ന ഒരു സിമ്പിൾ കോളർ കുർത്തിയാണിത്. അപ്പോൾ നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കാണുക. എന്നിട്ട് അവിടെ നമുക്കൊരു കട്ടിട്ട് കൊടുക്കണമേ. കട്ടിന് തന്നെയാണോ സെൻറ്റർ വരുന്നത് നമ്മൾ നോക്കണം. എന്നിട്ടേ ഒരു കട്ട് കൊടുക്കാവുള്ളേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയുകയും ചെയ്യണേ. എന്നാൽ മാത്രമേ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്കത് തിരുത്തി ഇമ്പ്രൂവ് ചെയ്ത് നന്നായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റിൽ അത് പറയുകയും ചെയ്യണമേ. അപ്പോൾ നമ്മുടെ കോളറിനെ ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്യാം. കോളറിൻ്റെ നല്ല വശവും ക്ലോത്തിൻ്റെ നല്ല വശവും ചേർത്ത് ആ ഒരു ഓപ്പണിംഗ് ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാൻവാസ് ഒട്ടിച്ചിരിക്കുന്ന ആ ക്ലോത്തിലേക്ക് ഒരിക്കലും സ്റ്റിച്ച് കൊടുക്കരുത്. ആ ഒരു ക്ലോത്തിൻ്റെ ആ ഭാഗം നമ്മളൊരു വിരൽ വെച്ച് നമ്മൾ തയ്ക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും. ആ ഒരു വിരൽ വെച്ച് ഒന്ന് പൊക്കി പൊക്കി പിടിച്ചിട്ട് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് വരാൻ വേണ്ടി. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു കോളറിനെ ആ കുർത്തിയിലോട്ട് നമുക്കൊന്ന് ജസ്റ്റ് പിൻ ചെയ്തൊന്ന് വെച്ച് നോക്കുന്നത് നല്ലതായിരിക്കാം. അത് നിങ്ങൾ തുടക്കക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത്. കാര്യം നമ്മൾ ഇത്രയും തയ്ച്ച് കഴിഞ്ഞ് വന്നിട്ട് കറക്റ്റ് പൊസിഷനിൽ വരുമ്പോൾ ഒപ്പത്തിന് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പിന്നെയും ഒന്ന് റീസ്റ്റിച്ച് അഴിക്കേണ്ടിയൊക്കെ വരുമല്ലോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഒരു തയ്യൽ തുമ്പും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ ആ ഒരു ക്യാൻവാസ് ഒട്ടിച്ച പേപ്പറിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് കണ്ടോ, ഫുള്ളായിട്ട് അകത്തേക്ക് വെച്ചിട്ട് നമുക്കിനി സ്റ്റിച്ച് ചെയ്ത് വരാം. നമ്മുടെ വീഡിയോസ് തുടക്കക്കാരായിരിക്കും കൂടുതലും കാണുന്നതല്ലേ. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയാണ് നമ്മൾ വീഡിയോ വളരെ സ്ലോയിലും ഇങ്ങനെയൊക്കെ പറയുന്നത്. നിങ്ങൾക്കിത് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കമൻറ്റിൽ പറയണേ. പിന്നെ അടുത്തതായിട്ട് ഏതെങ്കിലും വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റിൽ പറയണേ. ഇപ്പുറം വശത്തേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ആ ഒന്ന് എല്ലാം ഉള്ളിലേക്ക് വെച്ച് കറക്റ്റായിട്ടൊന്ന് പോയിൻ്റ് ചെയ്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ആ ഒരു കോളറിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് കോളർ ഒന്ന് മടക്കി വെച്ച് നോക്കാം. ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ബാക്കി പണികൾ കിടപ്പുണ്ട്. നമുക്കിതാ സ്ലീവാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. സ്ലീവിൻ്റെ കട്ടിങ്ങൊന്നും ഞാൻ കാണിച്ചില്ല, നമ്മൾ സ്ഥിരമായിട്ട് കാണിക്കുവാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബോറടി വരും, അതുകൊണ്ടാണ് ഞാനത് അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാഞ്ഞത്. നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും തമ്മിൽ വെച്ചിട്ട് അതും അതിൻ്റെ ആ ഒരു ഷോൾഡറിൻ്റെ പോയിൻറ്റിൽ വെച്ചിട്ട് നമുക്കിതാ സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് പോകാം.
അങ്ങനെ 2 കോളറും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ക്ഷമിക്കണം, കോളറല്ല, സ്ലീവും. എന്നിട്ട് നമുക്കിനി ബോഡി പാർട്ടുകൾ തമ്മിൽ ജോയിൻ ചെയ്യാം. ചുളിവൊന്നും ഇല്ലാണ്ട് ആം ഹോളിൻ്റെ ഭാഗമൊക്കെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് വരേണ്ടത്. നമ്മൾ ആ ഒരു ഷേപ്പൊക്കെ മാർക്ക് ചെയ്ത ഭാഗം എത്തിക്കഴിയുമ്പോൾ, ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം എത്തിക്കഴിയുമ്പോൾ അവിടെ വെച്ചൊന്ന് കെട്ടിട്ട് നിർത്തുക. നമുക്ക് സ്ലിറ്റ് ഇടാനുള്ളതാണ്. അവിടെ നമ്മൾ കെട്ടിട്ട് നിർത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ നോച്ച് കൊടുത്തിരിക്കുന്നത് അതിന് വേണ്ടിയാണ് കേട്ടോ. നമുക്ക് ആ ഒരു തയ്ച്ച് വരുമ്പോൾ ആ പോയിൻ്റ് അറിയുന്നതിന് വേണ്ടി. ഇനി നമുക്ക് സ്ലിറ്റ് ഇടാം. ആദ്യം ഒരു അരയിഞ്ച് മടക്കി, പിന്നെ അരയിഞ്ച് ഫുള്ളായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകാം. ആ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കട്ടിട്ട് നിർത്തിയ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ എത്തുമ്പോൾ നമ്മുടെ സൂചി കുത്തി നിർത്തി നമ്മുടെ വീഡിയോ കാണുന്നത് പോലെ ഇപ്പുറത്തെ വശത്തും സൂചി വരുന്നതിന് മുമ്പേ മടക്കി കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് നല്ല ഒരു സ്റ്റിച്ച് കെട്ടിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം താഴേക്ക് ആ ഒരു മടക്കിന് കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് പോകണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സ്ക്വയർ ഷേപ്പിൽ ആ ഒരു സ്ലിറ്റ് കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ നമ്മളങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്ലിറ്റ് കറക്റ്റ് നല്ല ഷേപ്പിൽ കിട്ടണമെങ്കിൽ അതിൻ്റെ ഇപ്പുറ വശത്തു കൂടി നമ്മളൊരു സ്റ്റിച്ച് ഇടേണ്ടതുണ്ട്. അപ്പോൾ നമ്മളത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവാണേ. നമ്മൾ ഇങ്ങനൊരു സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ അയൺ ചെയ്യുക കൂടി വേണ്ട, കറക്റ്റായിട്ട് ആ ഒരു സ്ലിറ്റ് കിടക്കും. നമ്മുടെ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ മറ്റേ വശവും നമുക്ക് ചെയ്തെടുക്കണം. ഇനി നമ്മുടെ ആ ഒരു ബോട്ടം ഭാഗം ഒന്ന് മടക്കി അടിക്കാം. ആദ്യം ഒരു അരയിഞ്ചും പിന്നെ ഒരു അരയിഞ്ച് കംപ്ലീറ്റ് ആയിട്ട് മടക്കി ബോട്ടം ഭാഗവും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോകാം. ഇപ്പോൾ നമ്മുടെ തയ്യൽ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫുള്ളായിട്ടുള്ളൊരു ലുക്ക് വരുന്നത്. ഇത് ഷർട്ട് കോളർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഷർട്ട് അറിയാമല്ലോ, നിങ്ങളിത് ഇങ്ങനെ ഒന്ന് മടക്കി വെക്കുന്നത് അപ്പോൾ തിരിഞ്ഞായിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഡീറ്റെയിലിങ് നമ്മുടെ ആ ഒരു സ്ലീവിൽ കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇത്രയേ ഉള്ളൂ. ഓക്കേ.